ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറത്ത് ലോക്കൽ ഗുണ്ടകളുണ്ടായിരുന്നു. ഗ്രാമങ്ങളിലെ സംഘബലമോ കായികബലമോ ഇല്ലാത്ത ഗ്രാമീണരെ പിടിച്ചു പറിച്ചും വെറുതെ തല്ലുണ്ടാക്കിയുമൊക്കെയാണ് ഇത്തരക്കാർ ജീവിച്ചു പോന്നിരുന്നത്. മനോധൈര്യമാണ് ഈ ഗുണ്ടാപ്പണിക്ക് വേണ്ടി ഇവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിരിവിനും ഗുണ്ടാപ്പണിയുടെ PR വർക്കിനുമൊക്കെയായിട്ട് ചില ശിങ്കിടുകളെയും കൂടെ കൂട്ടും. അതിലൂടെയാണ് അവൻ ജീവിച്ചു പോരുന്നത്. ഇത്തരക്കാർ പ്രധാനമായും ബ്ലേഡ് പണിയാവും ചെയ്യുക. ബ്ലേഡ് തൊഴിലിന് ഗുണ്ടായുസമാണ് ഏറ്റവും നല്ല ഒരു ഉടുപ്പ് എന്ന് വേണേൽ പറയാം. ഗുണ്ടായുസിൻ്റെ ഉടുപ്പിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഏതില്ലാത്തവനും കാശ് ഉണ്ടാക്കി തരും എന്നുള്ളതാണ് വസ്തുത. അതല്ലെങ്കിൽ അവൻ്റെ സ്വത്ത് കൈയടക്കിയോ അവൻ്റെ ഭാര്യയെ ചൂഷണം ചെയ്തോ ഒക്കെ ഈ മുടക്കിയ പണം തിരികെ വസൂലാക്കാൻ പറ്റുന്ന വളരെ വിപുലമായ ഒരു ബ്ലേഡിൻ്റെ സംവിധാനമാണ് നിലവിലുള്ളത്. എന്നാൽ കാലം മാറിയതോടെ ഇത്തരം ഗുണ്ടകളെ കാണാനില്ല. അതിന് കാരണം ഭീഷണിപ്പെടുത്തി ചൂഷണം ചെയ്യപ്പെട്ടവർ ഒരുമിച്ച് നിന്ന് ഈ അനീതിയെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ സംഘശക്തിക്കും പ്രതിഷേധത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇത്തരം ഗുണ്ടായുസങ്ങൾ തനിയെ അവസാനിച്ചു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനിത് പറയുന്നത് ലോകത്ത് അമേരിക്കൻ ഗുണ്ടായുസം അതിൻ്റെ അവസാന നാളുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം എന്നത് ദുർബല രാജ്യങ്ങളെ പരിധിയിലാക്കി നേടിയൊരു പദവിയാണ്. രാജ്യങ്ങൾക്ക് പണം കടം കൊടുക്കുകയും അത് സഹായമായി ധ്വനിപ്പിച്ചുകൊണ്ട് അവരുമായി കടപ്പാടുണ്ടാക്കുകയും ഇങ്ങനെ ഉണ്ടാകുന്ന ആശ്രിത രാജ്യങ്ങളെ കൂട്ടി സംഘടന ഉണ്ടാക്കുകയും അതിൻ്റെ തലപ്പത്തിരിക്കുകയും അതിലൂടെ ലോകത്തിൻ്റെ സംരക്ഷണം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തുള്ള പരിപാടികളിലൂടെയാണ് അമേരിക്ക ലോക പോലീസായി മാറിയിട്ടുള്ളത്. കൂടാതെ റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ ശക്തരായ രാജ്യങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു സുരക്ഷാ കൗൺസിൽ ഉണ്ടാക്കി വീറ്റോ പവർ ഈ 5 പേരിലേക്ക് മാത്രം സംവരണം ചെയ്തുകൊണ്ട് ഇവർ ഒരു സുരക്ഷാ കവചമൊരുക്കി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവരുടെ നിയമങ്ങൾ ലോകത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയും. അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ കൊണ്ടുവരുന്നതിനെ ഇതിൻ്റെ ഈ വീറ്റോ പവർ ഉപയോഗിച്ച് എതിർത്ത് അതിനെ തകർക്കാനും ഒക്കെ കഴിയും. അതിനുവേണ്ടിയാണ് അവർ ഇങ്ങനെ വീറ്റോ പവർ എന്ന ഒരു സംഗതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ രാജ്യങ്ങൾ സ്വയം ആയുധങ്ങൾ ഉണ്ടാക്കുകയും അത് വിറ്റഴിക്കാൻ വിപണി കണ്ടെത്താനുമുള്ള തന്ത്രമാണ് പിന്നീട് ആവിഷ്കരിച്ചത്. അതിനായി ഓരോ രാജ്യങ്ങളിലെയും രഹസ്യങ്ങൾ ചോർത്തുകയും അത് മറ്റു രാജ്യത്തിന് അപകടമാണ് എന്ന് വരുത്തി തീർത്ത് അവരെ പരസ്പരം യുദ്ധത്തിലേക്ക് ചാടിക്കുകയുമാണ് ചെയ്തത്. അതിലൂടെ ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണി വളരെ സജീവമാവുകയും ചെയ്തു. ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങൾ മാത്രമല്ല രാജ്യങ്ങളിലുള്ള സംഘടനകൾ പോലും പരസ്പരം യുദ്ധം ചെയ്യുകയാണ്. ഇവർക്കെല്ലാം ആയുധങ്ങൾ നൽകുന്നത് ഇത്തരം സംരക്ഷക വേഷം ധരിച്ച അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. എന്നാൽ ഈ ലോക പോലീസിന്റെ കുപ്പായം മിഡിൽ ഈസ്റ്റിലുള്ള അറബികൾ വലിച്ചു കീറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ഇറാനെ ഞങ്ങളങ്ങോട്ട് ആക്രമിക്കും, വലിച്ചു കീറും, ചുട്ടുതിന്നും എന്നൊക്കെയുള്ള അമേരിക്കൻ വമ്പുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. സുനാമി പോലുള്ള ഒരു അമേരിക്കൻ തീ മിഡിൽ ഈസ്റ്റിലെ അറബികളെ മൊത്തമായിട്ട് വിഴുങ്ങുന്നത് കാണാനും അമേരിക്കയെ പുതിയ ദൈവരാജ്യമായി കാണാനും കണ്ണിൽ മണ്ണെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പട്ടിണി അകറ്റി മലയാളിയുടെ ശരീരത്ത് മാംസം കനത്തിൽ പൊതിഞ്ഞ് സൗന്ദര്യവും നിറവും ഉണ്ടാകാനും വലിയ വീടുകളും തൊഴിലും പുതിയൊരു സാമ്പത്തിക സംസ്കാരവും സാമൂഹിക സംസ്കാരവും ഒക്കെ ഉണ്ടാകാനും കേരളത്തെ സഹായിച്ചതും ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നതും ഗൾഫ് രാജ്യങ്ങളാണ് എന്ന് തർക്കമില്ലാത്ത ഒരു വസ്തുതയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. എന്നിട്ടും വർഗീയ വിദ്വേഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഇത്തരം ഇലനക്കികൾ അറബിയുടെ ചോറ് വായിൽ വെച്ച് തന്നെ അറബികളെ അമേരിക്ക വന്ന് നശിപ്പിക്കണം എന്ന് മോഹിക്കുന്നവരാണ്. നന്ദികേടിന്റെ ഇത്തരം ആരൂപങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുകയാണ് ഇറാന്റെ പുതിയ ആയുധ ശേഖരങ്ങളുടെ വീഡിയോ പുറത്തു വന്നതിലൂടെ. ഒരു അമേരിക്കയല്ല 10 അമേരിക്ക വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തത്ര സൈനിക ആയുധ ശക്തിയാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇറാൻ ഇന്നലെ അവരുടെ 100-ലധികം വരുന്ന രഹസ്യ താവളങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ആയുധ ശേഖരങ്ങളിൽ വെറും 1 മാത്രം ഉള്ളതിൻ്റെ വീഡിയോ പുറത്തുവിട്ടത്. അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ ഇപ്പോൾ ചൂടുമെന്ന് പ്രതീക്ഷിച്ച എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഈ ആയുധ പ്രദർശനത്തിൽ ഏറ്റവും വലിയൊരു മിസൈൽ നഗരം തന്നെയാണ് അവർ പ്രദർശിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. മേഖലയിലെ എല്ലാ അമേരിക്കൻ ഇസ്രായേലി ആസ്തികളും നശിപ്പിക്കാൻ ഇതിലെ ആയുധത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമേ മതിയാവൂ
എന്നാണ് പൊതുവെ ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയുള്ള ഇത്രയും വലിയ ആയുധ ശേഖരത്തിൻ്റെ ഉടമയായിരുന്നോ ഇറാൻ എന്ന് ഇപ്പോൾ പലരും അത്ഭുതം കൂറുകയാണ്. കിലോമീറ്ററുകളോളം നീളുന്ന തുരങ്കത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മിസൈലുകളും തോക്കുകളും ഷെല്ലുകളും കവചിത വിമാനങ്ങളും ടാങ്കുകളും ഉൾപ്പെടെ എണ്ണാൻ കഴിയാത്തത്ര അളവിൽ നിറച്ചിരിക്കുന്ന ഈ സങ്കേതം ഇറാന്റെ 100-ലധികം വരുന്ന ആയുധപ്പുരകളിൽ ഒന്ന് മാത്രമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. $3 ബില്യൺ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്നും കടം വാങ്ങി ഗസയിലെ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ മുന്നിൽ ഇറാൻ എന്ന ഈ രാജ്യം വന്നു നിൽക്കുമ്പോൾ അതിൻ്റെ അപകടം എത്ര വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇറാൻ ഇതുവരെ പറഞ്ഞതൊന്നും വെറുതെയല്ല എന്ന് ലോകം മനസ്സിലാക്കി വരികയാണ്. ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കുന്നത് പോലും ഇസ്രായേൽ എന്ന രാജ്യത്തെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കാൻ കാരണമാവുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമൈനിയുടെ ഭീഷണി വെറുതെയല്ല എന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇത്രയും ആയുധങ്ങൾ കൈവശമുള്ള ഇറാൻ എത്ര പക്വതയോടെയാണ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടി പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറാൻ ശരിക്കും നേരിട്ട് അമേരിക്കയോടോ ഇസ്രായേലിനോടോ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനു പകരം ഹൂത്തികൾ, ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ പ്രോക്സി സംഘടനകൾക്ക് ആയുധങ്ങളും പരിശീലനവും നൽകി ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അത് ധാരാളം മതി ഇവർക്കൊക്കെ. അത് ഇറാന് നന്നായി തന്നെ അറിയാം. ഇറാൻ ഒരേ ഒരു തവണ മാത്രമേ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുള്ളൂ. അതോടെ നെതന്യാഹു അമേരിക്കയുടെ പിന്നിലൊളിച്ച് പൊട്ടിക്കരയുകയാണ് ചെയ്തത്. ഇത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഗൾഫ് മേഖലയിലെ കരയിലും കടലിലും ഇറാൻ ശരിക്കും ആധിപത്യം നേടിയതോ അവരുടെ ശക്തിയോ അറിയാതെയാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഇടപെട്ടത് എന്നുള്ള കാര്യമാണ് വാസ്തവം. അങ്ങനെ അമേരിക്ക എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉക്രൈനിലെ പോലെ മറ്റ് നാറ്റോ സഖ്യങ്ങളെയും കൂട്ടി ഇസ്രായേലിന്റെ പിന്നിൽ നിൽക്കുകയുണ്ടായിരുന്നുള്ളൂ. യുദ്ധം വിജയിച്ചാൽ അവകാശം ഉന്നയിക്കുകയും അഥവാ തോറ്റാൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്താനും കഴിയും എന്നുള്ളൊരു സൗകര്യവും ഇത്തരം നിൽപ്പിലൂടെ ഉണ്ടാവുന്നുണ്ട്. പകരം ജോ ബൈഡന്റെ മൊത്തം നിലപാടുകളെയും നയങ്ങളെയും പൊളിച്ചടുക്കിക്കൊണ്ട് കൂടുതൽ ഹീറോയിസത്തിനായി ട്രംപ് നേരിട്ട് മിഡിൽ ഈസ്റ്റിൽ ഇടപെടുകയാണ് ചെയ്തത്. ഇതിൽ നാറ്റോ അംഗങ്ങളെ ട്രംപ് ഉൾപ്പെടുത്താഞ്ഞത് ഗസ പങ്കുവെക്കുമ്പോൾ അവർക്ക് വീതം കൊടുക്കേണ്ടി വരുമോ എന്ന് ഭയന്നാണ്. ഇതെല്ലാം ഒറ്റയ്ക്ക് തിന്നാമല്ലോ, കാരണം അവിടെ വലിയ പട്ടണം പണിയാൻ പോവാണല്ലോ. ആദ്യം അത് ചുട്ട് നരകമാക്കും, എന്നിട്ട് ഇനി ഈ നരകത്തിൽ നിന്നുള്ള തീയും ചാമ്പലും എല്ലാം വാരിക്കളഞ്ഞിട്ട് അവിടെ വലിയ പട്ടണമാക്കി വിറ്റ് കാശാക്കാം എന്നൊക്കെയായിരുന്നു ഈ ട്രംപിൻ്റെ ലക്ഷ്യം. എല്ലാം പൊളിഞ്ഞെന്നുള്ള രസം. എന്നാൽ അറബികളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഒരിക്കലും ട്രംപിനോ യൂറോപ്പിനോ അറിയില്ല എന്നുള്ളതാണ് സത്യം. ഏത് യുദ്ധങ്ങളിലും കടന്നു വരുന്ന ഇസ്ലാമിക ജിഹാദ് എന്നൊരു വാക്കാണ് മുസ്ലിങ്ങൾ അപകടകാരിയാകുന്നതിൻ്റെ പ്രധാന കാരണം. യുദ്ധവും അതിലുണ്ടാവുന്ന മരണവും സ്വർഗത്തിലേക്കുള്ള പാതയായി പല മുസ്ലിങ്ങളും കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുപക്ഷത്തിന് കൂടുതൽ നാശവും മരണവും സംഭവിപ്പിക്കാൻ ഈ ഗറില്ലകൾക്ക് കഴിയുന്നുണ്ട്. കാരണം അവർ മരിക്കാൻ തയ്യാറാണല്ലോ. ഏത് ഗുഹയിലും കയറി ചെന്ന് ശത്രുക്കളെ അങ്ങോട്ട് ആക്രമിക്കാൻ കഴിയും. അത് സ്വർഗത്തിലേക്കുള്ള ഒരു പാതയാണല്ലോ. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് സ്വാഭാവികമായും നഷ്ടം സംഭവിക്കും. എണ്ണ സ്വപ്നത്തിന്റെ പ്രതീക്ഷകളുമായി ഇറാഖിനെ ആക്രമിച്ച അമേരിക്കയ്ക്ക് യുദ്ധം നഷ്ടമായത് ഇറാഖികളുടെ ഈ ഒരു ജിഹാദ് മൂലമാണ്. മധ്യേഷ്യൻ ഇടനാഴി പിടിച്ചെടുക്കാൻ അഫ്ഗാനുമായി യുദ്ധം ചെയ്ത അമേരിക്ക അവിടെ നിന്ന് പിന്തിരിഞ്ഞോടാൻ കാരണമായതും അഫ്ഗാനികളുടെ ഉള്ളിലെ ഇതേ ഇസ്ലാമിക ജിഹാദ് കൊണ്ട് തന്നെയാണ്. ഹൂത്തികളെ അമേരിക്ക തന്നെ നേരിട്ട് ആക്രമിച്ചിട്ടും അവരെ ഒന്നും ചെയ്യാൻ കഴിയാത്തതും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഇന്നലെയും കൂടി കേടുപാട് വരുത്താൻ ഹൂത്തികൾക്ക് കരുത്താവുന്നതും ഈ ഇസ്ലാമിക ജിഹാദ് മൂലമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സുഖവും സൗകര്യങ്ങളും ഏറെ ഉണ്ടായിട്ടും മധ്യേഷ്യയിലെ അറബികൾക്ക് അമേരിക്കൻ ഗുണ്ടായിസം എന്നും ഒരു തലവേദന തന്നെയാണ്. ഗസ യുദ്ധത്തോടെ ഈ അമേരിക്കൻ ഗുണ്ടായിസത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി അവർ സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഹമാസിനും ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കുമൊക്കെ ഫണ്ടുകൾ ഇറക്കുന്നത് ഖത്തറും UAEയും സൗദിയും ഒക്കെ ആണെന്നുള്ളതാണ് പരസ്യമായ രഹസ്യം. കൂലി കൊടുക്കാൻ ഒരു വിഭാഗവും യുദ്ധം ചെയ്യാൻ വേറൊരു വിഭാഗവും ഉണ്ടാവുമ്പോൾ യുദ്ധം മധ്യേഷ്യയിൽ ഒരു ബിസിനസ്സായി മാറുകയാണ്. സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ വീഴ്ചയ്ക്ക് പിന്നിലും ഈ ഒരു കൂലിപ്പടയാളികളുടെ പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സിറിയൻ യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ ഈ കൂലിപ്പടയാളികളെ പിരിച്ചുവിട്ടത് നമ്മളെല്ലാവരും വായിച്ചതാണ്.
IS-കാരനാണെന്ന് അറിഞ്ഞിട്ട് പോലും അബൂ മുഹമ്മദ് ജൂലാനി എന്നയാളിൻ്റെ പിന്നിൽ അറബ് രാജ്യങ്ങൾ ഇപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുന്നതും അയാളെ സന്ദർശിക്കുന്നതും അയാളുടെ രാജ്യവുമായി കൂട്ടിച്ചേരാൻ ആഗ്രഹിക്കുന്നതും അയാളെ ഒരു ഗുണ്ടയായി കണ്ടുകൊണ്ട് ഈ അറബികൾക്ക് പിന്നീട് ഉപയോഗിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ്. സ്പോൺസർ ചെയ്താൽ, പണം കൊടുത്താൽ അയാളെയും അയാളുടെ സംഘത്തെയും അല്ലെങ്കിൽ അയാളുടെ കക്ഷികളെ എല്ലാവരെയും കൂടെ വീണ്ടും എവിടെയെങ്കിലും ആക്രമിക്കാൻ, യുദ്ധത്തിനായി തയ്യാറാക്കാൻ കഴിയും എന്ന് ഇവർക്ക് ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് അബൂ മുഹമ്മദ് ജൂലാനിയെ വെറുത്ത് മാറ്റി നിർത്താതെ അയാളുമായി ഈ സംഘം കൂട്ടുചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സംഘമാണ് യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ അബൂ മുഹമ്മദ് ജൂലാനിയുടെ ഈ സംഘത്തിനെ, ഈ കൂലിപ്പടയാളികളെ സെറ്റ് ചെയ്ത് പറഞ്ഞയച്ചത്. റഷ്യയിലെ വാഗ്നർ ഗ്രൂപ്പും ഇത്തരം ഒരു കൂലിപ്പടയാളി സംഘമാണെന്ന് നമ്മൾ അറിയണം. ഉക്രൈൻ യുദ്ധത്തിൽ ഇവരുടെ സേവനമാണ് റഷ്യ ഉപയോഗിച്ചിരുന്നത്. ഓരോ രാജ്യങ്ങളും സൈനികരെ ശമ്പളം കൊടുത്ത് യുദ്ധത്തിന് തയ്യാറാക്കി നിർത്തുന്നത് പോലെ തന്നെ ഇപ്പോൾ സംഘടനകളും സൈനികരെ വാടകയ്ക്ക് കൊടുക്കുന്ന വിധത്തിൽ യുദ്ധം കച്ചവടമായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ പണം കുമിഞ്ഞുകൂടുകയും സൈനികരെ വാടകയ്ക്ക് കിട്ടുകയും ചെയ്യുന്ന കടകളുള്ള മധ്യേഷ്യയിലേക്കാണ് ട്രംപ് പഴയ അമേരിക്കൻ കേമത്വവും പഴഞ്ചൻ ആയുധങ്ങളുമായി നാവിൻ്റെയും PR വർക്കിൻ്റെയും ബലത്തിൽ യുദ്ധത്തിനായി കടന്നു വന്നിരിക്കുന്നത്. അതിനപ്പുറം എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.